ഇപ്പോൾ നേരത്തെ ശ്രീ ബി എൻ ഹസ്കർ പറയുകയാണ്, ഈ നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് ഒരു നടൻ അദ്ദേഹം ജയിലിൽ പോയി ഇത്രയും ദിവസം കടന്നത് സർക്കാരിൻ്റെ നേട്ടമാണ്. ഈ കമ്മീഷൻ രൂപവൽക്കരിച്ചതും അന്വേഷണം നടത്തതും ഇന്ത്യയിലാകെ ആദ്യമായി ഇത്രയും വലിയ പഠനം നടന്നതും സർക്കാരിൻ്റെ നേട്ടമാണ് എന്നുള്ളത്. ഇതിൻ്റെ രണ്ടിനും പിന്നിൽ ഒരു ക്രൈമും ഒരു നിയമവ്യവസ്ഥയും എല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിൽ കൂടെ നിൽക്കുന്ന ഒരു സർക്കാരാണ് ഈ 4.5 വർഷക്കാലം ഇത് പുറത്തുവിടാത്തത് എന്ന് ഞാൻ പറയുന്നില്ല. സർക്കാരല്ല പുറത്തുവിടേണ്ടത് എന്നുള്ളതാണ് സർക്കാരിൻ്റെ വാദം. ആ സർക്കാരിനു കീഴിലാണ് 4.5 വർഷക്കാലം ഈ റിപ്പോർട്ടോ അത് സംബന്ധിച്ച കാര്യങ്ങളോ പുറത്തു വരാതിരുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള ക്രൈമിലേക്ക് ആരുടെയും കണ്ണെത്താതെ പോയത്. മാധു, ഇതിനു മുമ്പ് ശ്രീ രാഹുൽ ഈശ്വർ പറഞ്ഞപ്പോൾ അദ്ദേഹം താങ്കളെ അഭിനന്ദിക്കുകയുണ്ടായി. താങ്കളെ അഭിനന്ദിച്ചതിൻ്റെ കാരണം ഒരാൾ ഒരു ആരോപണം ഉന്നയിച്ചു. ആ ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞപ്പോൾ ആ ആരോപണത്തിൻ്റെ ഗുരുതരാവസ്ഥ കണ്ടെത്തി താങ്കൾ ആരോപണ വിധേയനെ ഒന്ന് ഫോണിൽ ബന്ധപ്പെടണമെന്ന് പറഞ്ഞു. നാച്ചുറൽ ജസ്റ്റിസ് എന്നാണ് പറഞ്ഞത്. സത്യത്തിൽ ഇത് തന്നെയല്ലേ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നമ്മളും ആവശ്യപ്പെട്ടത്? കുറേയധികം നടിമാർ ആരോപണം ഉന്നയിച്ചു, അവർ കുറേ തെളിവുകൾ കൊടുത്തു. ഇത് കേട്ടുനിന്ന സർക്കാരിന് അത് ഗുരുതരമാണെന്ന് തോന്നിയുമില്ല. അവർ ആ മൊഴിയെടുക്കാൻ വേണ്ടി ഒരു ഇൻവെസ്റ്റിഗേഷൻ പ്രഖ്യാപിച്ചുമില്ല. അങ്ങനെ ഒരു ഇൻവെസ്റ്റിഗേഷൻ പ്രഖ്യാപിക്കണം എന്നുള്ളതാണ് ആദ്യത്തെ ദിവസം തൊട്ട് നമ്മൾ പറയുന്നത്. എന്നിട്ട് സർക്കാർ ചെയ്തത് നല്ല കാര്യവും മാധു ഇപ്പോൾ പറഞ്ഞത് മറ്റൊരു കാര്യവുമായി പറഞ്ഞാൽ താങ്കൾ തന്നെ പറഞ്ഞത് കോൺട്രാഡിക്ടറി ആണ് എന്നൊന്ന് പറയാൻ ആഗ്രഹിക്കുക. ഇനി രണ്ടാമത്തെ കാര്യം ശ്രീ ബി എൻ ഹസ്കർ ഇവിടെ പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇവിടെ ഇടതുപക്ഷ സർക്കാരിൻ്റെ എന്തോ നന്മയുള്ള ഒരു പ്രവൃത്തിയെ പറ്റി. എങ്ങനെയാണ് ആ നടി ആക്രമിച്ച സംഭവത്തിൽ നിന്ന് ഇത്രയധികം ഡെവലപ്മെന്റ് ഉണ്ടായത്? അത് ആ നടി തന്നെ പറഞ്ഞിട്ടുണ്ട്. PT തോമസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പക്കലേക്ക് ഈ വിവരം അറിഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഞാൻ ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ എനിക്ക് നീതി ലഭിക്കില്ലായിരുന്നു എന്ന് ആ നടി തന്നെ കേരള സമൂഹത്തിന് മുമ്പിൽ വന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അതിൽ വളരെ കൃത്യമായി ഇടപെടുകയും അന്ന് തൃക്കാക്കര അസിസ്റ്റന്റ് കമ്മീഷണറെ വിളിക്കുകയും DGP ഉൾപ്പെടെ വിളിച്ച് സംസാരിക്കുകയും ഇതിനകത്ത് കേസെടുത്ത് മുന്നോട്ട് പോയില്ലെങ്കിൽ ഞാനിത് നാളെ പരസ്യമായി പ്രതികരിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞതിനാലാണ് ആ കേസുകളിലേക്ക് പോയത്. ആ കേസുകളിലേക്ക് പോയ ഉടനെ സർക്കാർ എന്നാൽ നാളെ മുതൽ ഞാൻ ഈ മലയാള സിനിമ അങ്ങ് ശരിയാക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങിയതല്ല. WCC എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകരിച്ചു. ആ സംഘടനയിൽ കുറേയധികം വനിതകൾ വന്നു. ആ വനിതകൾ വന്ന ഒരു പോരാട്ടം നടത്തി. ആ പോരാട്ടത്തിന്റെ ഒടുവിൽ അവരൊരു ആവശ്യം ഉന്നയിച്ചു. ആ ആവശ്യത്തിനൊടുവിലാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഹേമ കമ്മിറ്റിയെ അവർ നിയോഗിച്ചത്. ഈ ഹേമ കമ്മിറ്റിയെ നിയോഗിച്ചു കഴിഞ്ഞ് അവർക്ക് 2020 റിപ്പോർട്ട് കിട്ടിയതാണല്ലോ. ഇപ്പോൾ മാധു ആദ്യം പറഞ്ഞു സർക്കാർ അല്ല പുറത്തുവിടേണ്ടത്, പിന്നെ ആരായിരുന്നു പുറത്തുവിടേണ്ടത്? ഇത് എങ്ങനെയാണ് ഈ വിവരാവകാശ കമ്മീഷന്റെ കയ്യിലേക്ക് കിട്ടുന്നത്? സത്യത്തിൽ ഇത് എങ്ങനെ വിവരാവകാശ കമ്മീഷന്റെ കയ്യിലേക്ക് കൊടുക്കും? നമ്മളൊക്കെ വിവരാവകാശ രേഖ പ്രകാരം ഡാറ്റ എടുക്കുന്നതാണ്. നമ്മൾ ആദ്യം വിവരാവകാശ നിയമപ്രകാരം ഒരു അപേക്ഷ വയ്ക്കുന്നത് അതാത് ഡിപ്പാർട്ട്മെന്റുകളിലാണ്. സാംസ്കാരിക വകുപ്പിൽ ആദ്യം ഒരു അപേക്ഷ വെച്ചു. സാംസ്കാരിക വകുപ്പ് ആ അപേക്ഷ തള്ളി. അതിന്റെ അപ്പലേറ്റ് അതോറിറ്റിയായ സാംസ്കാരിക വകുപ്പ് ഓഫീസറുടെ അടുത്ത് വീണ്ടും അപേക്ഷ വെച്ചു. ആ അപേക്ഷയും തള്ളി. അതിനുശേഷമാണ് വിവരാവകാശ കമ്മീഷണർ എടുക്കേണ്ടി പോകുന്നത്. അപ്പൊ സർക്കാർ തള്ളിയത് കാരണമല്ലേ വിവരാവകാശ കമ്മീഷണർ എടുത്തിട്ട് പോകേണ്ടി വന്നത്? അതും ഇപ്പോഴത്തെ വിവരാവകാശ കമ്മീഷണർ അദ്ദേഹത്തിന്റെ പ്രത്യേക അധികാരം ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം പുറത്തുവിട്ടതാണ് ഇപ്പോൾ ഈ കണ്ടത്. അതിനകത്ത് സർക്കാരിന് ഒളിച്ചുകളിയില്ല എന്ന് പറയാൻ പറ്റുമോ? ഇവിടെ മാധുവിന് തോന്നിയാലോ ഒരു ആരോപണം വന്നു. ആരോപണത്തിന്റെ നിജസ്ഥിതി എന്തുമായിക്കൊള്ളട്ടെ, ഒരാൾ ആരോപണം ഉന്നയിച്ചു. ആരോപണം ഉന്നയിച്ചപ്പോ ആരോപണ വിധേയന്റെ വാക്കുകൾ കേൾക്കണമെന്ന് തോന്നി. അതൊരു ഗുരുതരമായ ആരോപണമാണെന്ന് തോന്നി. ഇത് തന്നെയാണ് സുപ്രീം കോടതി 2013 ലളിതകുമാരി വേഴ്സസ് UP എന്ന് പറയുന്ന കേസിൽ കൊഗ്നിസബിൾ ആയിട്ടുള്ള ഒരു ഒഫൻസ് നടന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇൻഫർമേഷൻ പാസ് ചെയ്ത് കിട്ടിയാൽ ആ ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിൽ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തണമെന്ന് പറഞ്ഞത്. അത് തന്നെയാണ് ഇവിടെ ആവശ്യപ്പെടുന്നത്. ഒറ്റ കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇതിനകത്ത് ഇപ്പൊ AMMയുടെ കുറെ ഭാരവാഹികൾ എടുക്കുന്ന ഒരു സമീപനമുണ്ട്. സിദ്ദിഖിന്റെ മേലേട്ടങ്ങ് പഴിയാരിക്കൊണ്ട് രഞ്ജിത്തിന്റെ ഈ വിഷയത്തിൽ നിന്ന് ഈ 2 വിഷയങ്ങൾ കൊണ്ട് ഇത് മുഴുവൻ അങ്ങ് തീർക്കാമെന്ന്, ഹോൾസെയിൽ സെറ്റിൽമെന്റ് നടത്താമെന്ന് ഏതെങ്കിലും ദോഷൈക ദൃക്കുകൾ സിനിമാ മേഖലയിൽ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവർ കേൾക്കാൻ വേണ്ടി പറയുകയാണ്. ഇതൊക്കെ പരൽമീനാണ്. സ്രാവ് ഇനിയും പിടിക്കപ്പെടാനുണ്ട്. ആ സ്രാവുകൾ പിടിക്കപ്പെടുന്നത് വരെ ഞങ്ങൾ ഇതിന്റെ പുറകിലുണ്ടാവും. സിദ്ദിഖിന്റെ തലയിട്ട് വെച്ച് AMM ഇത് ഊരാനും നോക്കണ്ട. രഞ്ജിത്തിനെ പഴിയാരി ഈ വിഷയം മുഴുവൻ അവസാനിപ്പിച്ചുവെന്നും നിങ്ങൾ കരുതണ്ട. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അന്വേഷണം നടക്കണം. അന്വേഷണം നടത്തി കുറ്റവാളികളെ കണ്ടെത്തണം.